എന്തുകൊണ്ട് പിണറായി തുടരുകയില്ല എന്ന ഒരു ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഇന്ന് സർവ്വസാധാരണമായിട്ട് ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ജനപ്രതിനിധി എങ്ങനെയെന്നാൽ അദ്ദേഹത്തിന് കരുണയുണ്ടാകണം. കഴിഞ്ഞ 10 വർഷക്കാലം സഹിച്ചത് അദ്ദേഹത്തിന് പാർട്ടിക്കാരനായ ഒരു മനുഷ്യൻ ചോദിക്കുകയാണ് ഒരു ചോദ്യം ഇറങ്ങിപ്പോയെന്ന് പറയുമ്പോൾ ഇത് സാധാരണ മതിയെന്ന് രോദനമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കും. ജനങ്ങളാണ് രാജാവ്. വോട്ട് ചോദിച്ചു വരുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി വരുന്ന ജനപ്രതിനിധികൾ ജയിച്ചു കഴിയുമ്പോൾ ഈ ജനങ്ങൾ അവരുടെ മുമ്പിൽ കൈകൂപ്പുന്ന ഒരു സ്ഥിതിവിശേഷം, ഇത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. യഥാർത്ഥ ജനാധിപത്യം എന്ന് പറയുമ്പോൾ ആ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ജനങ്ങളാണ് പരമാധികാരി എന്ന് പറയുമ്പോൾ ആ ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാനും അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കുവാനും അവരോടൊപ്പം ഒന്ന് ചേർത്ത് നിർത്തുമ്പോൾ അവരെ ഒന്ന് ചേർത്ത് നിർത്തുക എന്ന് പറയുന്നത് തന്നെയാണ് യഥാർത്ഥ ആ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് പിണറായി തുടരുകയില്ല എന്ന ഒരു ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഇന്ന് സർവ്വസാധാരണമായിട്ട് ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചോദ്യം ഇന്ന് എയറിൽ നിൽക്കുകയാണ്. എൻ്റെ മനസ്സിൽ വരുന്ന ഒരു തോന്നൽ അദ്ദേഹം തുടരുകയില്ല എന്ന് തന്നെയാണ്. അതിന്റെ കാരണം, ഒരു ജനപ്രതിനിധി എങ്ങനെയെന്നാൽ അദ്ദേഹത്തിന് കരുണയുണ്ടാകണം, ആർദ്രതയുണ്ടാകണം, സഹാനുഭൂതി ഉണ്ടാകണം. ഒന്നുമില്ലാത്ത ഒരു ആൾ തൻ്റെ അടുത്തെത്തുമ്പോൾ ഒരു കരുതൽ വേണം. എന്നാൽ ഇതൊന്നുമില്ലാത്ത ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ട് അദ്ദേഹം മാറുമ്പോൾ ജനങ്ങൾ ഈ കഴിഞ്ഞ 10 വർഷക്കാലം സഹിച്ചത് ഇനി മതി, ഇറങ്ങിപ്പോയെന്ന് പറയുമ്പോൾ ഇത് സാധാരണക്കാരൻ്റെ ഒരു രോദനമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നു. ഞാനത് പറയാൻ കാരണം, ഈ വാട്സാപ്പിലൊക്കെ തന്നെ പ്രചരിച്ചിരുന്ന ഒരു അമ്മ വന്ന് അടുത്ത് നിൽക്കുമ്പോൾ മാറുവാനായിട്ട് ഇദ്ദേഹം പറയുന്നത് ഒരു വാട്സാപ്പ് പ്രചരിക്കുകയുണ്ടായി. എത്രയെത്ര ഉദാഹരണങ്ങൾ. മൈക്ക് പണി കൊടുക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൈക്കിന് പ്രശ്നം ഉണ്ടാകുന്നത് സർവ്വസാധാരണമായിട്ട് വരുന്നു. മൈക്ക് ഓപ്പറേറ്ററിനെതിരെ കേസെടുക്കുന്നു. അത് പോട്ടെ. അതോടൊപ്പം തന്നെ പല ഘട്ടങ്ങളിലായിട്ട് ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ അദ്ദേഹത്തിന് പാർട്ടിക്കാരനായ ഒരു മനുഷ്യൻ ചോദിക്കുകയാണ് ഒരു ചോദ്യം എന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന് ആ വേദിയിൽ വെച്ച് പറയുകയും തൊട്ടടുത്ത ദിവസം ആ ജോർജ് എന്ന് പറയുന്ന ആ മനുഷ്യൻ ചോദ്യം ചോദിച്ച ആ സഖാവ് അദ്ദേഹം വളരെയധികം ടെൻഷനോടുകൂടിയാണ് വാർത്താ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വളരെയധികം പേടിച്ചാണ്, ആകുലതയോടുകൂടിയാണ് അദ്ദേഹം പറയുന്നത്. വളരെ വിഷമത്തോടുകൂടി അദ്ദേഹം പറയുകയാണ്, ഞാനത് ചോദിക്കാൻ പാടില്ലായിരുന്നു എന്ന്. കാര്യം എന്താ? അദ്ദേഹത്തിന് പേടിയുണ്ട്. അദ്ദേഹത്തിന്റെ ജീവനും സ്വത്തിനും അദ്ദേഹത്തിന് പേടിയുണ്ട്. ഞാൻ നേരത്തെ ആദ്യത്തെ എപ്പിസോഡിൽ സൂചിപ്പിക്കുകയുണ്ടായി, ജവഹർലാൽ നെഹ്റു ജനാധിപത്യത്തിന് നൽകിയ നിർവചനത്തില് ജനാധിപത്യം എന്ന് പറയുന്നത് ടോളറൻസ് ആണ്, സഹിഷ്ണുതയാണ്. ആ സഹിഷ്ണുത എന്ന് പറയുമ്പോൾ തന്നെ അനുകൂലിക്കുന്നവരോടൊപ്പമുള്ള അവരുടെ വാക്കുകൾ കേൾക്കുന്നതോടൊപ്പം തന്നെ എതിർക്കുന്നവരുടെ വാക്കുകൾ കൂടി കേൾക്കുമ്പോഴാണ്, അതാണ് ജനാധിപത്യത്തിന്റെ യഥാർത്ഥത്തിലുള്ള സൗന്ദര്യം എന്ന് പറയുന്നത്. എന്നാൽ ഇവർക്ക് അതൊന്നും ഇല്ലാതിരിക്കുന്ന ഇവരുടെ ഭാഗത്ത് നിന്ന് ഇതൊന്നും നമുക്ക് കാണുവാൻ കഴിയുകയില്ല. ധിക്കാരത്തിന്റെയും ദാർഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഒരു ബോഡി ലാംഗ്വേജ് ഇവരിലെല്ലാവരിലും ഉണ്ട്. ഇത് നമ്മൾ നിത്യമായിട്ട് സാധാരണക്കാരിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവരുടെ ഭാഷയാണ് ഞാനിന്ന് പറഞ്ഞു. ഒരു എളിയ ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ അവർക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ കരുണയും ആർദ്രതയും സഹതാപവും എല്ലാവരെയും തോൾ ചേർക്കുവാനും അവരൊക്കെ തന്നെ അടുത്ത് വിളിച്ച് കാര്യങ്ങൾ തിരക്കുവാനും അവരുടെ ബുദ്ധിമുട്ടുകൾ ഒന്ന് കേൾക്കുമ്പോൾ ആ ബുദ്ധിമുട്ട് പറഞ്ഞ് അവർക്കുണ്ടാകുന്ന ഒരു റിലീഫ്,
ഒരു മാനസിക പിരിമുറുക്കം അയഞ്ഞ ഒരു അവസ്ഥ അത് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഒരു ജനപ്രതിനിധിയുടെ കടമയാണ്, കർത്തവ്യമാണ്. ജനങ്ങളാണ് രാജാവ്. വോട്ട് ചോദിച്ചു വരുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി വരുന്ന ജനപ്രതിനിധികൾ ജയിച്ചു കഴിയുമ്പോൾ ഈ ജനങ്ങള് അവരുടെ മുമ്പിൽ കൈകൂപ്പുന്ന ഒരു സ്ഥിതിവിശേഷം, ഇത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. യഥാർത്ഥ ജനാധിപത്യം എന്ന് പറയുമ്പോൾ ആ ജനാധിപത്യ വ്യവസ്ഥിതിയില് ജനങ്ങളാണ് പരമാധികാരി എന്ന് പറയുമ്പോൾ ആ ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാനും അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കുവാനും അവരോടൊപ്പം ഒന്ന് ചേർത്ത് നിർത്തുമ്പോൾ അവരെ ഒന്ന് ചേർത്ത് നിർത്തുക എന്ന് പറയുന്നത് തന്നെയാണ് യഥാർത്ഥ ആ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. അതിന്റെ ജനാധിപത്യത്തിന്റെ മാറ്റുകൂട്ടുന്നതും ഇത് തന്നെയാണ്. ഇതൊന്നുമില്ലാതിരിക്കുന്ന ഒരു നേതാവ്, അദ്ദേഹത്തിന് പ്രായമുണ്ടാകാം, അദ്ദേഹത്തിന്റെ മറ്റ് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകാം, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം. പക്ഷെ അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി ആകുമ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകളും പ്രവൃത്തികളും അദ്ദേഹം കുറച്ചുകൂടി ജനങ്ങൾക്ക് കൂടി ദഹിക്കുന്ന രീതിയിലായിരിക്കണം. അത് നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ പദപ്രയോഗങ്ങൾ, അദ്ദേഹം അതിനു മുമ്പ് പല നേതാക്കന്മാർക്ക് എതിരെയും ഉപയോഗിച്ചിരിക്കുന്ന പല പദങ്ങളും അത് ഞാൻ ഇവിടെ പറയുന്നില്ല. അപ്പൊ ഇതൊക്കെ തന്നെ കാണുന്ന വർത്തമാന കാലഘട്ടത്തിൽ കാണുന്ന ഒരു ചെറുപ്പക്കാരനിലെ ചെറുപ്പക്കാരി, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇദ്ദേഹത്തോട് ദേഷ്യം തോന്നുന്നുവെങ്കിൽ അവരെ നമുക്ക് കുറ്റം പറയുവാൻ കഴിയുമോ? ഇല്ല. കാരണം എന്താ? നമ്മളുടെ മാധ്യമങ്ങൾ ഇന്ന് ജാഗരൂകരായിട്ട് ഓരോ അണുവിലുമുണ്ട് അവരുടെ ക്യാമറ കണ്ണുകൾ. അവരൊപ്പിയെടുക്കുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഇത് ഞാനല്ല, അത് ഞാൻ പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞത് വളച്ചൊടിച്ചതാണെന്ന് പറയുന്ന രീതി ഇന്ന് ശരിയല്ല. യഥാർത്ഥ ഒരു ജനപ്രതിനിധി അവർക്ക് ജനങ്ങളോടാണ് അവരുടെ അധിപൻ. ജനങ്ങളോട് അവർക്ക് കൂറുണ്ടാകണം, ജനങ്ങളോട് സ്നേഹമുണ്ടാകണം, ജനങ്ങളോട് ആർദ്രത ഉണ്ടാകണം. അതില്ലാത്ത ആള് ഈ പ്രവൃത്തിയിൽ വരാതിരിക്കുന്നതാണ് നല്ലത്. അവരെ ജനം വലിച്ചെറിയും. അവരുടെ നാളുകളിൽ അവരുടെ സ്ഥാനം ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലായിരിക്കും എന്നത് കാലം തെളിയിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഏതായാലും നല്ല ഒരു മാറ്റം ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. കൂടാതെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടാകും. ഈ വരാൻ പോകുന്ന ഗവൺമെന്റും അതിലെ നേതാക്കന്മാരും അവരും ഇതേ രീതി തന്നെ പിന്തുടർന്ന് പോന്നാൽ അവരുടെ സ്ഥാനവും ചവിറ്റുകൊട്ടയിലായിരിക്കുമെന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഉമ്മൻചാണ്ടി ആകുവാനൊന്നും പറ്റുകയില്ല. പക്ഷേ അവരുടെ മനസ്സിൽ ലാളിത്യം ഉണ്ടായാൽ മതി. അവരുടെ മനസ്സിൽ ജനങ്ങളോടൊപ്പം അവരുടെ വാക്കുകൾ കേൾക്കുവാനായിട്ടുള്ള ആ ഒരു മനസ്സുണ്ടായാൽ മതി. അങ്ങനെയുള്ള മനസ്സുള്ളവർ മാത്രമാണ് ജനപ്രതിനിധികളാകേണ്ടത്. അങ്ങനെയുള്ളവരായിരിക്കണം നമ്മെ ഭരിക്കേണ്ടത്. കൂടാതെ തന്നെ വിദ്യാസമ്പന്നരായ ആളുകളായിരിക്കണം മുഖ്യമന്ത്രിയും മന്ത്രിമാരും എന്നുകൂടി പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഏത് ഭരണത്തിൽ വന്നു കഴിഞ്ഞാലും കുറെ ചരിത്രത്തില് വളരെയധികം വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ ഉണ്ടാകും. കെ കരുണാകരനും അതുപോലെ തന്നെ വി എസ് അച്യുതാനന്ദനെ പോലെയുള്ള മഹത്തുക്കൾ ഭരിച്ചിരുന്നു. പക്ഷെങ്കിൽ പോലും എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം, മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാകുന്നവര് വിദ്യാസമ്പന്നരായ ആളുകളായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ സാറ്, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞായിട്ട് കേട്ടിട്ടുണ്ട്. എന്താണ്? ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ നൽകിയാൽ പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിൽ ഒപ്പിട്ട് തരുമെന്ന് പറയുന്ന വാക്കുകൾ കേട്ടു. അദ്ദേഹം ജയിൽവാസത്തിൽ ഒക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെതായ മറ്റ് ജീവിതത്തിലേക്ക് പോകുന്നു. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു കാര്യപ്രാപ്തിയുള്ള മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിമാരാണെങ്കിൽ തൻ്റെ മുമ്പിലെത്തുന്ന ഓരോ ഫയലുകളും ഓരോ ജീവിതമാണെന്ന് മനസ്സിലാക്കി അത് സസൂക്ഷ്മം വായിച്ച് മനസ്സിലാക്കി പഠിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട് എന്നാഗ്രഹിക്കുന്നു. ഇല്ല എങ്കിൽ നമ്മൾ കേരള പിറവി കൊണ്ടിട്ട് നമുക്ക് 70 ആണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു. ഈ 70 വർഷങ്ങൾക്ക് ശേഷവും ഇവിടെ ഇന്നും ഭരിക്കുന്നത് ഉദ്യോഗസ്ഥന്മാർ തന്നെയാണെങ്കിൽ പിന്നെ എന്താ ജനാധിപത്യം? ജനാധിപത്യ വ്യവസ്ഥിതിയില് ജനങ്ങളാണ് ഭരിക്കുന്നത്. പക്ഷെ ഇവിടെ ഉദ്യോഗസ്ഥന്മാർ ഭരിക്കുന്ന കാലഘട്ടം വരുമ്പോൾ അല്ലെങ്കിൽ അത് അനസ്യൂതം തുടരുമ്പോൾ ജനങ്ങൾക്ക് എവിടെ നീതി കിട്ടുന്നത്?
ഇല്ല എന്നതാണ് നമുക്ക് മുമ്പിലുള്ള യാഥാർത്ഥ്യം. അത് വരാതിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതിന് മാറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ജനപ്രതിനിധികൾ വിദ്യാസമ്പന്നരായിരിക്കണം, കാര്യപ്രാപ്തിയുള്ളവരായിരിക്കണം. എങ്കിൽ മാത്രമേ ഇതിന് മാറ്റം ഉണ്ടാവുകയുള്ളൂ. അതുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എളിയ ഒരു പൗരൻ കൂടിയാണ് ഞാൻ. നമ്മളുടെ കഴിഞ്ഞ ഭരണത്തിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് മാറണം. പുതിയ സംവിധാനത്തിൽ വരുമ്പോൾ വിദ്യാസമ്പന്നരായിരിക്കണം, അവർക്ക് കാര്യങ്ങൾ പഠിക്കണം, അത് മനസ്സിലാക്കണം. ഇത് അല്ല എങ്കിൽ ഉദ്യോഗസ്ഥന്മാർ വരയ്ക്കുന്ന ആ വരിയിലൂടെ, അല്ലെങ്കിൽ ആ വരയിലൂടെ, അല്ലെങ്കിൽ ആ സർക്കിളിലൂടെ ചലിക്കുന്ന ഒരു വ്യക്തി മാത്രമായിട്ട് പോകും. വാർത്താ സമ്മേളനങ്ങൾ വന്ന് കാര്യങ്ങൾ അവർ പറഞ്ഞു കൊടുക്കുന്ന, എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ വായിച്ചിട്ട് നോക്കി പറഞ്ഞിട്ട് കാര്യമില്ല. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു വികാരത്തിൻ്റെ വേലിയേറ്റം ഓരോ മന്ത്രിയുടെയും അവരുടെ ഹൃദയത്തിൽ നിന്നുണ്ടാകണം. അതിന് അറിവും ജ്ഞാനവും രണ്ടും രണ്ടാണ്. അതുണ്ടാകണം. അത് എടുക്കുന്നവർ തന്നെ അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാവൂ. ഇല്ല എങ്കിൽ കേരളം വീണ്ടും പതിറ്റാണ്ടുകളോളം പിന്നോട്ട് പോകും. അതുണ്ടാകാതിരിക്കാനായിട്ട് ബന്ധപ്പെട്ട അധികാരികൾ അത് ശ്രദ്ധ കൊടുക്കണം. അതിനനുയോജ്യമായിട്ടുള്ള കരങ്ങളിലായിരിക്കണം താക്കോലുകൾ ഏൽപ്പിക്കേണ്ടത്. നല്ലൊരു സംസ്ഥാനത്തായിട്ട് വളർത്തിയെടുക്കണം. ഇവിടെ സാമ്പത്തികമായിട്ടൊക്കെ പിന്നാക്കാവസ്ഥയിലേക്ക് പോകുന്ന ആ സാഹചര്യത്തിൽ അതിൽ നിന്നൊക്കെ മാറ്റി പുതിയ സംവിധാനങ്ങൾ വരണം, പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരണം, പുതിയ വിദ്യാഭ്യാസ നയമുണ്ടാകണം. എല്ലാം കൊണ്ടും പുതിയ ആശയങ്ങളും ചിന്താശക്തിയും കൊണ്ട് ഇവിടെ പുതിയ ഒരു വിളനിലമാക്കി മാറ്റണം. അതിൽ യുവാക്കളുടെയും അതുപോലെ തന്നെ യുവതികളുടെയും അഭ്യസ്തവിദ്യരായവരുടെയും ടെക്നോക്രാറ്റുകളുടെയും എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി നല്ലൊരു ഭരണം ഉണ്ടാകട്ടെ. അതിന് നമുക്ക് കാത്തിരിക്കാം. അതുണ്ടാകുമെന്ന് ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.